NLF നൂർലുദ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3rd എഡിഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഡിസംബർ 7, 8 തീയതികളിൽ വളരെ മനോഹരമായ രീതിയിലാണ് NLF സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്നലെയും ഇന്നുമായി വിവിധ സെഷനുകളിൽ കേരളത്തിലെയും കർണാടകയിലെയും വളരെ പ്രഗത്ഭരായ ചിന്തകന്മാരും സാഹിത്യകാരന്മാരും അതുപോലെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളുമെല്ലാം വന്നുകൊണ്ട് വൈവിധ്യമാർന്ന വിഷയങ്ങളിലുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ഏറെ ഗൗരവമുള്ള ആലോചനകൾ, ചിന്തകൾ പങ്കുവെക്കുകയും ചെയ്തു. NLF സമാപിക്കുമ്പോൾ ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട NLFന്റെ ഓഡിയൻസായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനകാലത്ത് ഇതുപോലെ അവസരങ്ങൾ കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നടന്ന എല്ലാ ചർച്ചകളും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായിരിക്കില്ല. ഇവിടെ നടന്ന എല്ലാ സെഷനുകളും എല്ലാവർക്കും ഒരുപോലെ വേണ്ടതുമായിരിക്കില്ല. പക്ഷേ എല്ലാവർക്കും വേണ്ട ചിലതൊക്കെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഗൗരവപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ ഈ വേദിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സാഹിത്യമാണ് ഇഷ്ടപ്പെട്ട മേഖലയെങ്കിൽ ആഴത്തിലുള്ള സാഹിത്യ ചർച്ചകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സംസ്കൃതിയും പൈതൃകവുമൊക്കെ ഗൗരവമായിട്ട് കാണുന്ന ആളാണെങ്കിൽ പൈതൃകത്തെപ്പറ്റി, സംസ്കാരത്തെ പറ്റിയുള്ള വലിയ ആലോചനകളും ചർച്ചകളും ചിന്തകളും ഇവിടെ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. മാധ്യമ ലോകത്തെ ഇടപെടലുകളാണ് നിങ്ങളുടെ ഉള്ളിലെ ഉലച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാധ്യമ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ആഴത്തിലുള്ള ചർച്ചകൾ NLFന്റെ വേദിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആത്മീയതയും സംഗീതവും ഒക്കെയാണ് ഇഷ്ടപ്പെട്ട വിഷയമെങ്കിൽ ഒരേ സമയം ആത്മീയതയിലൂന്നിയ സംഗീതവും ആസ്വദിക്കാൻ NLFന്റെ വേദി ഒരു കാരണമായിട്ടുണ്ട്. ഇങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളെ, ലിബറലിസവും പുതിയ കാലത്തെ വികലമായ ചിന്തകളുമാണ് നിങ്ങൾ അസ്വസ്ഥരാക്കുന്നതെങ്കിൽ പുതിയ കാല സമസ്യകളുടെ മുമ്പിൽ, പുതിയ കാല പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരു വിശ്വാസി എങ്ങനെ നിലകൊള്ളണം എന്നതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രഗത്ഭരായ ആളുകളെയാണ് നമ്മൾ NLFന്റെ അതിഥികളായി കൊണ്ടുവന്നിട്ടുള്ളത്. അവർ അവരുടെ ധർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ളത് പരമാവധി തന്നിട്ടാണ് അവർ പോയിരിക്കുന്നത്. ഇനി ഉത്തരവാദിത്തം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടേതാണ്. പഠനകാലത്ത് ഇതുപോലൊരു വേദിയിൽ ഇരിക്കാൻ അവസരമുണ്ടായി എന്നത് നിങ്ങൾക്ക് ഈ കാലഘട്ടം ഒരുക്കുന്ന, നൂർലുദ ഒരുക്കുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളിൽ ഒന്നാണ്. സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ പഠനകാലത്തോ പഠനം കഴിഞ്ഞ് ഏകദേശം 10 വർഷക്കാലമോ ഒരു സാഹിത്യ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നതാണ്. ആദ്യമായിട്ടൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഒരു വ്യാഴവട്ടക്കാലത്തെ ഹുദവി പഠനവും പിന്നീട് ഒരു ദശവർഷകാലത്തെ അധ്യാപന ജീവിതമൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഒരു സ്ഥാപനത്തിൽ ചേർന്ന് 6-7 മാസമാകുമ്പോൾ നിങ്ങൾ NLFൽ പങ്കെടുക്കുകയാണ്. ഇതിൽ 3ാമതായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്, 4ാമതായി പങ്കെടുക്കുന്നവരുണ്ട്, 2ാമതായി പങ്കെടുക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ
സാഹിത്യ ചർച്ചകളിലും അക്കാദമിക ചർച്ചകളിലുമൊക്കെ പങ്കുകൊള്ളുന്നവരുണ്ട്. വലിയൊരു അവസരമാണ്. ഈ സെഷനുകളൊക്കെ നിങ്ങളെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും. നിങ്ങളെ ഉള്ളിൽ ഇതുവരെ ഉത്തരം കിട്ടാതിരുന്ന ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടാകും. പുതിയ ചില ആശങ്കകളും സംശയങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടാകും. ആ ആശങ്കകൾക്ക്, ആ സംശയങ്ങൾക്ക്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടലാണ് ഇനി മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങൾ പുതിയ അന്വേഷണങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യണമെന്നതാണ് NLF നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 2 ദിവസം വിപുലമായി കൊണ്ടാടപ്പെട്ട ഈ മനോഹരമായ പരിപാടി, രാവും പകലും വ്യത്യാസമില്ലാതെ ഏറ്റവും മനോഹരമായി കൊണ്ടാടപ്പെട്ട ഈ ഒരു ഉത്സവം പോലെ കൊണ്ടാടപ്പെട്ട പരിപാടി നമ്മളിൽ ഉണർത്തിയ ചിന്തകൾ തുടർച്ചകളെ തേടുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാനൊരു വലിയ സംസാരത്തിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു സമാപന സെഷന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു മാപ്പിളപ്പാട്ട്, ഒരു അരങ്ങ് തന്നെ ഇവിടെ നടക്കാനിരിക്കുകയാണ്. നിങ്ങളൊക്കെ താല്പര്യത്തോടെ കാത്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാവും. NLF 2024 ഡിസംബർ 8-ാം തീയതി ഒരു ഞായറാഴ്ച കഴിഞ്ഞ രാത്രി ഇവിടെ തിരശ്ശീല വീഴുമ്പോ ബാക്കി വെക്കേണ്ട സന്ദേശങ്ങളെ പറ്റിയാണ് ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്. ചിന്തകളെ തൊട്ടുണർത്തുകയും വായനയെ ദ്യോതിപ്പിക്കുകയും മുന്നോട്ട് പകരാനുള്ള ഒരാവേശവും ഒരു താല്പര്യവും ഉള്ളിൽ പകരുകയും ചെയ്യുക എന്നതാണ് NLFന്റെ സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 2 ദിവസത്തിനിടയിൽ പരമാവധി കിട്ടിയ അവസരങ്ങൾ ഏറ്റവും സർഗാത്മകമായും ക്രിയാത്മകമായിട്ടും ഉപയോഗപ്പെടുത്തിയവർക്ക് മുന്നോട്ട് അതൊരു ഇന്ധനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. NLFന്റെ സംഘാടകരായ NSUവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പരിശ്രമങ്ങളൊന്നും പാഴായിട്ടില്ല. ഈ വേദിയിൽ നടന്ന ചർച്ചകളും വേദിക്ക് പുറത്ത് നിങ്ങൾ തീർത്ത ആശയങ്ങളുടെ ലോകവും വന്ന ആളുകൾക്ക് നിങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള പ്രതീക്ഷയും സ്നേഹവുമെല്ലാം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. ഈ ക്യാമ്പസിന്റെ മനോഹരമായ ഭിത്തികളിൽ നിങ്ങൾ തീർത്തിട്ടുള്ള ഏറ്റവും നല്ല ചിത്രങ്ങളും ഏറ്റവും നല്ല കലാസൃഷ്ടികളും നിങ്ങൾ തീർത്തിട്ടുള്ള മനോഹരമായ ഓരോ രചനകളും എല്ലാം എല്ലാ കാലത്തും സഹൃദയരായ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരുടെയൊക്കെ ഹൃദയാന്തരാളങ്ങളിൽ മനോഹരമായ ചിത്രങ്ങളായിട്ട് തന്നെ അവശേഷിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് അധ്വാനങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസ്റ്റലേഷൻസ് ഉണ്ടാക്കാൻ, വരുന്ന വഴിയെ മനോഹരമാക്കുന്നതിനു വേണ്ടി, അലങ്കാരങ്ങൾക്ക് വേണ്ടി, വ്യത്യസ്തമായ കാഴ്ചകള് വർണ്ണ വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ അധ്വാനങ്ങളെല്ലാം മുന്നോട്ട് ജീവിതയാത്രയിൽ വലിയ കരുത്തു പകരുന്ന തരത്തിൽ നിങ്ങൾക്ക് അനുഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. NLFനെ സഹായിച്ച് പരസ്യം നൽകിയവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. സഹായിച്ച ആളുകളെയൊക്കെ പടച്ചോൻ സഹായിക്കുമാറാകട്ടെ. 370ഓളം വരുന്ന വിദ്യാർത്ഥികള് കലയും സാഹിത്യവും ചിന്തയും ചർച്ചകളുമെല്ലാമായി ഒരു ക്യാമ്പസിനെ സജീവതയിൽ നിലനിർത്തുമ്പോൾ കൂടെ നിൽക്കുക എന്നത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ആ അർത്ഥത്തിൽ അവര് നിർവഹിച്ചിരിക്കുന്നത് ഒരു സാമൂഹികമായ ഉത്തരവാദിത്തമാണ് എന്ന നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഈ സമാപന സംഗമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ എല്ലാം നൂറുലുദ ഓൺ ചെയ്യുന്നില്ല. ഇത് ചിന്തകളുടെ ചർച്ചകളുടെ വേദിയാണ്. വന്നവർ പറഞ്ഞത് വന്നവരുടെ അഭിപ്രായം മാത്രമാണ്. ആ അഭിപ്രായങ്ങളിൽ നല്ലതിനെ കൊള്ളാനും വേണ്ടാത്തതിനെ തള്ളാനുമുള്ള ഒരു വിവേക ബുദ്ധി, ഒരു വിവേചന ശക്തി അത് ഈ ക്യാമ്പസിൽ നിന്ന് ഈ മക്കൾ ആർജിച്ചെടുക്കുന്നു എന്ന് ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് പറയാനാകും. ഈ ക്യാമ്പസിലെ ഓരോ വിഷയങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ആളുകളെ ക്ഷണിച്ചിരുന്നത്. ആ സമയത്തും ആളുകളെ ക്ഷണിക്കുമ്പോഴും പുതിയ കാലത്തെ ഇന്ത്യയിലെ സാമൂഹിക ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളികളെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തിരുന്നത്. അതേസമയം അധികാരവർഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ അനീതിക്കും കൂട്ടുനിൽക്കുന്ന ആളുകളെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. വിഷയാധിഷ്ഠിതമായിട്ടാണ് അതിഥികൾ ക്ഷണിക്കപ്പെട്ടത്. അതിനപ്പുറത്തേക്ക്
ഈ പരിപാടിയെ പോലും വലിയ വലിയ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ നിരന്തരം ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവരോട് പരിഭവമില്ല, ഞങ്ങൾക്ക് അവരോട് പരാതികളൊന്നുമില്ല. സത്യത്തിൽ ഈ പരിപാടിയുടെ വിസിബിലിറ്റി നിങ്ങൾ കാരണം ഇച്ചിരി കൂടി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. തെറ്റിദ്ധാരണകൾ കൊണ്ട്, പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് വെളിച്ചത്തെ തടുത്തു നിർത്താനാകില്ല എന്നത് കാലഘട്ടം എല്ലാ കാലത്തും നൽകുന്ന വലിയ സന്ദേശമാണ്. നമുക്ക് കുറെ ആളുകളെ എല്ലാ കാലത്തേക്കും എല്ലാവരെയും നമുക്ക് വഞ്ചിക്കാനാവില്ല എന്നതാണ്. കുറച്ചാളുകളെ കുറെ കാലത്തേക്കും, കുറെ ആളുകളെ കുറച്ചു കാലത്തേക്കും നമുക്ക് വേണമെങ്കിൽ സംശയത്തിൽ നിർത്താവുന്നതാണ്. എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തേക്കും തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്നത് വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് എല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കിയിട്ട് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരുടെ, ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കുക എന്നതിനപ്പുറം അത്തരം ആളുകൾക്ക് വേറെ താല്പര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. സൃഷ്ടിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവർ എല്ലാ കാലത്തും ചരിത്രത്തിൽ സംഹാര താണ്ഡവമാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൃഷ്ടിപരമായിട്ട് ചെയ്യാനൊന്നും ആകുന്നില്ല എങ്കിൽ സംഹാരത്തിന്റെ മൂർത്തികളാകരുത് എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. കർണാടകയുടെ മണ്ണിൽ, ശുഹദാക്കളുടെ ഈ മണ്ണിൽ, മാടന്നൂരിന്റെ മണ്ണിൽ വിസ്മയങ്ങൾ തീർക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മണ്ണ് പുതിയ കാലത്തെ കർണാടകയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഉദ്ധാന ചരിത്രങ്ങൾക്ക് ഗർഭം പേറുന്ന മണ്ണാണ് എന്ന് ഈ NLF-ന്റെ സമാപന വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികള് വരുംകാല കർണാടകയിലെ മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും വിദ്യാഭ്യാസ ജീവിതത്തെയും അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് ഓരോ വിദ്യാർത്ഥിയും ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും അവരിലൂടെ സാധ്യമാകുന്ന ഒരു സാമൂഹിക മുന്നേറ്റത്തിന്റെ നന്മ ഈ രാജ്യത്താകമാനം മുസ്ലിം ഉമ്മത്തിന് പ്രതീക്ഷ നൽകുകയും ചെയ്യുമെന്നത് ഞങ്ങളെ സംബന്ധിച്ച് 100-ൽ 101 ബോധ്യമുള്ള ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമാണ്. ആ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിൽ സാധ്യമാകുന്ന ഇടങ്ങളിൽ, സാധ്യമാകുന്ന തരത്തിൽ, സാധ്യമാകുന്ന മേഖലയിൽ വഴിയൊരുക്കി കൊടുക്കുക എന്നതാണ് നൂർലുദ നിർവഹിക്കുന്ന ദൗത്യം. ആ ദൗത്യത്തിന് മുന്നിൽ തടയിടാൻ ആര് വന്നാലും, ഏതു വലിയ ശക്തികളാണെങ്കിലും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ഇച്ഛാശക്തി ശുഹദാക്കളുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾ ആർജിച്ചെടുത്തിരിക്കുന്നു എന്ന് ഈ സംവിധാനത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരോട് അഭിമാനപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ എതിർപ്പിന്റെ കൂരമ്പുകൾ കൊണ്ട് തകർക്കാനാകുന്നതല്ല നൂർലുദ എന്ന് പറയുന്ന പുതിയ കാലത്തെ ഈ സംഘശക്തി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ധൈര്യപൂർവം നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ചെറിയ ചിന്തകളും ചെറിയ ചലനങ്ങളും വലിയ മാറ്റങ്ങളും വലിയ മുന്നേറ്റങ്ങളും ഉണ്ടാക്കിയതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ എമ്പാടുമുണ്ട്. ആ തരത്തിലുള്ള വലിയ മുന്നേറ്റത്തിന്റെ ഗാഥകള് പിൽക്കാലത്ത് വായിക്കാനും പഠിക്കാനും ഈ മണ്ണിൽ നിന്ന് നമുക്ക് ഒരുപാടുണ്ടാകും. ഈ സമുദായത്തിന് നന്മയുടെ ഒരു കാലം വരും. സമാധാനത്തിന്റെ എല്ലാ അക്രമങ്ങൾക്കെതിരെയും എല്ലാ അനീതിക്കെതിരെയും നെഞ്ചു വിരിച്ചു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന തന്റെ ഇടമുള്ള ആദർശത്തിനപ്പുറം മറ്റൊരു താല്പര്യവുമില്ലാത്ത ഒരു ഒറ്റം ആളുകൾ ഈ മണ്ണിൽ നിന്ന് ഉദിച്ചു വരുമെന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ. പടച്ചോൻ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മനോഹരമായ സമാപന സെഷനില് NLF-ന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഈ NLF-ഉം അതുപോലെ ചിഗറുവും നമ്മൾ ഇന്ന് ക്യാമ്പസിൽ ബൗദ്ധികമായിട്ട് ആഘോഷപൂർവം സന്തോഷപൂർവം എടുത്തു കാണിക്കുന്നതിന്റെ എല്ലാം പിന്നിലെ ഒരു ചാലക ശക്തിയായിട്ട് നിലകൊള്ളുന്ന പ്രിയങ്കരനായ റഷീദ് ഉസ്താദ്. അങ്ങനെ പറയുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. റാഷി ഉസ്താദിന്റെ ഇടപെടലും സാന്നിധ്യവും ചിന്തയുമെല്ലാം ഈ ക്യാമ്പസിനെ ബൗദ്ധികമായിട്ട് രൂപപ്പെടുത്തുന്നതിൽ നിരന്തരം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികളെ മുമ്പിൽ അഭിമാനപൂർവ്വം പങ്കുവെച്ചുകൊണ്ട് ഈ സമാപന സന്ദേശം നൽകുന്നതിന് വേണ്ടി ഉസ്താദിനെ സ്വാഗതം ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.